ഹായ് ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിതാ ഇത്രയേ ഐറ്റംസുമായിട്ട് വന്നിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല. നമ്മളെ വീഡിയോയിൽ ഒന്ന് രണ്ട് പേര് ചോദിച്ചു നമ്മുടെ പ്രാവും കുഞ്ഞിന് എന്താണ് കൊടുക്കുന്നത്, പ്രാവിൻ്റെ ഗ്രോത്തിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ എവിടെ നിന്ന് തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പം നമുക്ക് മെയിനായിട്ട് പ്രാവും കുഞ്ഞിന് ആരോഗ്യപരമായിട്ടുള്ളൊരു കുഞ്ഞിനെ എങ്ങനെ നമുക്ക് ബ്രീഡ് ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടോപ്പിക്കാണെന്ന്. അപ്പം അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ട പ്രാവും കൂട്ടിൽ ആദ്യമായിട്ട് വേണ്ട സാധനം നല്ല വൃത്തിയുള്ള കൂട്, അതിനോടൊപ്പം വൃത്തിയുള്ള തീറ്റ, വെള്ളം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫോളോ ചെയ്ത് പോണ കാര്യങ്ങളാണ്. ഇതിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിലൂടെ നമ്മുടെ അടുത്ത് ചോദിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ചെയ്തു പോണ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻലി നമ്മുടെ എക്സ്പീരിയൻസ്, ഒപ്പം തന്നെ നമുക്ക് പ്രാവും കൂട്ടുകാരും ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഫ്രണ്ട്സ് കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ട് ട്രിവാൻഡ്രത്ത്. അപ്പം അതിലൂടെ കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഫോളോ ചെയ്യണത്. അതിലൂടെ ഉള്ളതും ഒപ്പം നമ്മളെ പ്രാവും കൂട്ടുകാർ ഫ്രണ്ട്സുകളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും ആയിരിക്കും. ഓക്കെ, അപ്പം നമ്മളിവിടെ പ്രാവും കൂട്ടിൽ ഫസ്റ്റ് പ്രാവിൻ്റെ കൂടിൻ്റെ ക്ലീനിങ്, രണ്ടാമത്തെ കേസ് പ്രാവിൻ്റെ തീറ്റ. അതിന് നമ്മൾ ഇവിടെ ആദ്യമായിട്ട് എടുത്തേക്കുന്ന ഐറ്റം ഇതാണ്. ഇതിലാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത്. ഇതിൻ്റെ പല സൈസ് ഉണ്ട്. ഇത് ഏകദേശം ഏകദേശം ഒരു 3 പ്രാവിന് കഴിക്കാനുള്ളത്, ഒപ്പം തന്നെ 6 പ്രാവ് 10 പ്രാവ് ഏകദേശം ഈ നീളം 1 മീറ്റർ 1.5 മീറ്റർ നീളം വളർന്ന വരെ വലിയ വലിയ കൂടുകളുള്ളത് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇതിലാണ് തീറ്റ കൊടുക്കുന്നത്. കാരണം ഫസ്റ്റ് നമ്മൾ ഏകദേശം മറ്റേ ബോക്സ് ടൈപ്പിലൊക്കെ തീറ്റ കൊടുക്കുമ്പോഴത്തേക്കും വരുന്ന പ്രശ്നം, പ്രാവുകൾ അതിനകത്ത് ഇറങ്ങി ആ കാഷ്ടം അതിനകത്ത് ഇടുകയും അത് ചിലപ്പോൾ കുഞ്ഞു പ്രാവുകളൊക്കെ കൊത്തിപ്പറക്കുകയോ തീറ്റയിൽ കാഷ്ടമായിട്ട് അത് കഴിച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ നിറയെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഇത് ആകുമ്പോഴത്തേക്കും ഉള്ള ഗുണമെന്ന് വെച്ചാൽ പ്രാവിന് ഒരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങാനോ പറ്റത്തില്ല. ഇൻ കേസ് ഇറങ്ങിയാൽ പോലും കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവരെ എത്രയും പെട്ടെന്ന് മാറി നിന്ന് കഴിക്കത്തേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവും കൂട്ടിൽ നമ്മൾ കൊടുക്കുന്ന തീറ്റ ഇതിലാണ് കേട്ടോ. ഇത് നമ്മളൊരു ഡോഗ് ഫുഡ് മേടിച്ചപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. നമ്മളെ ഏത് ബ്രാൻഡാണെന്ന് ഞാൻ ഓർക്കണില്ല. ഓക്കെ, അപ്പം ഇത് നമ്മൾ അല്ലാണ്ട് ഓൺലൈൻ മേടിച്ച ഒരു തീറ്റ എടുക്കുന്ന ഒരു ട്രേ ആണ്. ഇതാണ് ഐറ്റം. ഓക്കെ, അപ്പം ഈ ഐറ്റംസ് ഇതിലാണ് നമ്മൾ തീറ്റ എടുക്കുന്നത്. ഇപ്പം നമ്മൾ തീറ്റ സാധാരണ രീതിയിൽ ഒരു ബേർഡ്സിന് ഇപ്പം ബ്രീഡിങ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് പറപ്പിക്കുന്നതോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുന്ന ബേർഡ്സിന് നമ്മളിവിടെ കൊടുക്കുന്ന ഐറ്റംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പവും കൂരവുമാണ് കേട്ടോ. ഓരോ നാട്ടിൽ ഓരോരോ പേര് പറയും. കമ്പൻ പുല്ലും അതിൻ്റെ ധാന്യവും, പിന്നെ അതുപോലെ കൂരവ്, റാഗി എന്ന് പറയും. ഇത് രണ്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകി ഉണക്കി നല്ല ഡ്രൈ ആയിട്ട് ഉണക്കി ഇതിനകത്ത് കീപ്പ് ചെയ്ത് ഇത് ഓൾമോസ്റ്റ് തീരുമ്പോൾ നമ്മൾ വീണ്ടും റീഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് പോണത്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നമുക്കൊരു ജോഡി സെറ്റ് ചെയ്തിട്ട് ഒരു ആരോഗ്യമുള്ളൊരു കുഞ്ഞുങ്ങളെ എടുക്കണം എന്നതാണ് നമ്മുടെ ടോപ്പിക്. അപ്പം അതിനായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാവിനെ 2 പ്രാവുകളെ മെയിലിനെയും ഫീമെയിലിനെയും സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം അതിനെ ചെയ്യേണ്ടത് വെച്ചാൽ അതിൻ്റെ ഔട്ടർ സൈഡ് ക്ലീനിങ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പേന്, അതുപോലെ ചെറിയ നമ്മുടെ ബ്ലഡ് കുടിക്കുന്ന ഈച്ച ഒക്കെ പ്രാവിൻ്റെ പുറത്തുണ്ട്. നമ്മുടെ പുറത്തൊക്കെ പേനുള്ള പോലെ തന്നെ അതിൻ്റെ പുറത്തുമുണ്ട്. അപ്പം നമ്മൾ അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടിക്ടോസ് പോലുള്ള ഇതിനെയൊക്കെ കൊല്ലാൻ കഴിയുന്ന ടൈപ്പ് മെഡിസിൻസ് ഉണ്ട്. അതിനെ വാട്ടറിൽ മിക്സ് ചെയ്ത് ആദ്യം ഇവരെ നമ്മൾ അതിനകത്ത് മുക്കി ഫുൾ പെയിനും എല്ലാം ക്ലിയർ ആക്കിയിട്ട് കൂടും അതേസമയം തന്നെ ഇത് വെച്ച് സ്പ്രേ ചെയ്ത് ക്ലിയർ ചെയ്യുക. എന്നിട്ട് പ്രാവുകളെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഈ ഫുഡ് മാറ്റിയിട്ട് പതിയെ ഈ മിക്സഡ് ഫുഡിലേക്ക് മാറും. മിക്സഡ് ഫുഡിലോട്ട് മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഫോളോ ചെയ്ത് പോണത് ഒരു മൾട്ടി വിറ്റമിൻ സിറപ്പ്, അതുപോലെ എല്ലാ കൂട്ടിലും പ്രധാനമായിട്ട് കണ്ടുവരുന്ന സാധനമാണ്. ഇത് ഒരു അഡാർ ഐറ്റമാണ്, വിമറോളാണ്. വെർബാക്കിൻ്റെ വിമറോൾ എന്ന് പറയുന്ന ഒരു മൾട്ടി വിറ്റമിൻ ആണ്. ഇതും പ്ലസ് ഒരു LEAF52 ലിവർ പ്രൊട്ടക്ഷനുള്ള സിറപ്പാണ്. ഇത് മൂന്നും നമ്മളൊരു 3 to 5 days അല്ലെങ്കിൽ 10 days, അത് ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പ്രാവിൻ്റെ കണ്ടീഷൻ വൈസ് നോക്കിയതിന് ശേഷം മാത്രം ഇത് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്. 3 to 5 drops വീതം ഡയറക്റ്റ് കൊടുക്കുന്നവരുണ്ട്. ഇത് ഇത്രയും കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ പ്രോസസ്സ് നമ്മൾ പ്രാവിൻ്റെ ഔട്ടർ സൈഡ് വെള്ളത്തിൽ മുക്കി പ്രാവിൻ്റെ പുറത്തുനിന്ന് എല്ലാവിധ ജീവികളും, അഥവാ പേന്, ചെള്ള്, ഈ വക സാധനങ്ങളെല്ലാം, ഈച്ച എല്ലാം പോയതിന് ശേഷം പിന്നെ ചെയ്യണത് ഉള്ളിലുള്ള വിരശല്യം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടും പല മെഡിസിൻസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്
വെർബാക്കിൻ്റെ ഹൈടെക് എന്ന് പറയുന്ന മെഡിസിനാണ്. ഇത് ഡയറക്റ്റും കൊടുക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടും കൊടുക്കുന്നവരുണ്ട്. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ മെഡിസിൻസും വാട്ടറിൽ തന്നെയാണ് മിക്സ് ചെയ്തത്. ഡയറക്റ്റ് കൊടുക്കുന്ന വളരെ ചുരുക്കം, ചിലപ്പോൾ മൾട്ടി വിറ്റമിനോ അല്ലെങ്കിൽ ഈ വിമറോളൊക്കെ തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഇതൊക്കെ നല്ല ഡോസേജ് കൂടിയ ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ വാട്ടറിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ ഉണ്ട്. അത് നിങ്ങളുടെ പ്രാവും കൂട്ടുകാരോ അല്ലെന്നുണ്ടെങ്കിൽ, പറഞ്ഞു വന്നപ്പോൾ പ്രാവും കൂട്ടുകാരും ഗ്രൂപ്പിന്റെ പേര് കയറി വന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നിപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പ്രാവും കൂട്ടുകാരും ഗ്രൂപ്പിന് ഒരുപാട് സപ്പോർട്ടുണ്ട്. കാരണം അത് വേറൊരു ലോകമാണ് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ പിന്നീട് പറയാം. എനിവേ, അപ്പം പ്രാവും കൂട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശാനന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരൊക്കെ കാണും. അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം കോൺസെൻട്രേഷൻ മനസ്സിലാക്കുക. ഇവിടെ ഇതിന് പുറമെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് ഫോളോ ചെയ്ത് പോകാം. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ബേർഡ്സിനൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ വിരമരുന്ന് കൊടുത്തതിന് ശേഷം വീണ്ടും 5 to 10 days നമ്മൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഒറ്റ സ്ട്രെച്ചിൽ വിരമരുന്ന് കൊടുത്തിട്ട് ഏകദേശം ഒരു 10 ദിവസം വെയിറ്റ് ചെയ്ത് ജോഡി ഇടുന്നവരും ഉണ്ട്. രണ്ടാമത് ഇതിൻ്റെ ഒരു ഡോസേജ് ഒരു 15 ദിവസം വെയിറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഡോസേജ് കഴിഞ്ഞ് വീണ്ടും 15 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഒരു മന്ത് ബേർഡ്സിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് കണ്ടീഷൻ ചെയ്തിട്ട് ജോഡി ഇടുന്നവരും ഉണ്ട്. അത് അവരവരുടെ ഇഷ്ടം. കാരണം ഓരോരുത്തർ ചെയ്ത് എക്സ്പീരിയൻസ് ആണല്ലോ ഇതിനകത്ത് നമുക്ക് തറയ്ക്കാനൊന്നും പറ്റത്തില്ല. അപ്പം ഞാനിവിടെ ചെയ്തു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മാസം, അഥവാ ഒന്നാമത്തെ ദിവസം വിരമരുന്ന് കൊടുത്തു, 15 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും സപ്ലിമെന്റിൽ വീണ്ടും റിപ്പീറ്റ് വന്നു, വീണ്ടും 15 ദിവസത്തിൽ ഇതിന്റെ നേർപകുതി ഡോസേജ് ആയിരിക്കും കൊടുക്കുന്നത്. അതും കൊടുത്തിട്ട് ഒരു 10 ദിവസവും കൂടി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ വീണ്ടും ഈ വൈറ്റമിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യും. അതിനുശേഷം പ്രാവുകൾ നല്ല കണ്ടീഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ജോഡി ഇട്ട് കഴിഞ്ഞാൽ നാളത്തേക്ക് അത് ജോഡി സെറ്റ് ആവുന്ന വിധത്തിൽ രണ്ടുപേരും നല്ല മസ്താവും. അതിനുശേഷം അവരെ ജോഡി നമ്മൾ സെറ്റാക്കിയിട്ട് ജോഡി ഇട്ടിട്ട് തുടർന്ന് നമ്മൾ ഈ മിക്സഡ് ഫുഡ് തന്നെ കൊടുക്കും. മിക്സഡ് ഫുഡ് കൊടുത്ത് ഏകദേശം നല്ല ഹെൽത്തിയും നല്ല മസ്ത് കയറി ജോഡി സെറ്റാവുന്ന ആരോഗ്യപരമായിട്ടുള്ള ബേർഡ്, നമ്മൾ ഇതൊക്കെ കൊടുത്ത റിസൾട്ട് 100% സക്സസ് ആയി എന്നറിയണമെന്നുണ്ടെങ്കിൽ ഒരു 15 ദിവസത്തിനകത്ത് പ്രാവ് ആദ്യത്തെ മുട്ടയിടും. ആദ്യത്തെ മുട്ട ഇട്ടിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. രണ്ടാമത്തെ ദിവസം റെസ്റ്റിലായിരിക്കും. മൂന്നാമത്തെ ദിവസം വീണ്ടും ബേർഡ് അടുത്ത എഗ് ചെയ്യും. എഗ് ചെയ്യണ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ മുട്ടയും കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഒരേ ദിവസങ്ങളിൽ വിരിഞ്ഞിട്ടും. പിന്നെ അത് കഴിഞ്ഞ് കണ്ടിന്യൂസ് ഇവർ അടയിരിക്കാൻ തുടങ്ങും. അടയിരിക്കുന്ന സമയത്ത് നമ്മൾ മിക്സഡ് ഫുഡും അതുപോലെ കാൽസ്യവും പിന്നെ അതുപോലെ പ്രോട്ടീൻസ് സപ്ലിമെന്റ്സും വൈറ്റമിൻസ് ഒക്കെ കൊടുത്തു വരാം. ആ സമയങ്ങളിൽ നമുക്ക് ഫിനിഷറും കൊടുത്തു വരാം. ഓക്കെ, ഇത് ഇത്രയും കൊടുത്ത് ഏകദേശം ഒരു 18 തൊട്ട് 19, 20 ഇതിനകത്ത് പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യമുള്ള മുട്ടയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 ദിവസം 6 ദിവസത്തിനകത്ത് നമുക്ക് ടോർച്ച് ലൈറ്റ് അടിച്ചൊക്കെ ചെക്ക് ചെയ്യാം. അപ്പം ഈ വക സാധനങ്ങളൊക്കെ കൊടുത്തു വരുന്നതുകൊണ്ട് തന്നെ ബേർഡ്സിന് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള മുട്ടയും നല്ല കാൽസ്യം ഒക്കെ സിറപ്പൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും, കാൽസ്യം സിറപ്പ് പറയാൻ വിട്ടു കേട്ടോ, ഇതിവിടെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനമാണ്. അത് ഒരുപാട് സാധനങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം കാൽസ്യം സിറപ്പും കൊടുക്കുമ്പോഴത്തേക്കും നല്ല ക്വാളിറ്റി ഉള്ള എഗ്സ്, ക്വാളിറ്റി പ്ലസ് നല്ല കട്ടിയുള്ള മുട്ടത്തോടുള്ള എഗ്ഗുകൾ പ്രാവുകളിടും. അതാകുമ്പോഴത്തേക്കും പ്രാവിൻ്റെ മുട്ടയൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഉരുണ്ടാലൊന്നും പൊട്ടത്തൊന്നുമില്ല. അപ്പം അതിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യമുള്ള പ്രാവും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങും. വളർന്നു വരുമെന്നല്ല, വിരിഞ്ഞിറങ്ങും. അതിനുശേഷം പ്രാവുകൾ ഒരു 1 മുതൽ ഒരു 5 ദിവസത്തോളം ക്രോപ്പ് മിൽക്ക് മാത്രമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ആ സമയം തൊട്ട് ക്രോപ്പ് മിൽക്ക് പ്രാവുകൾ വിരിഞ്ഞ ആ സമയം തൊട്ട് നിങ്ങൾ പരമാവധി ഈ മിക്സഡ് ഫുഡ് തന്നെ കൊടുക്കാം. പക്ഷേ ഇതിനെ കുതിർത്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ റാഗി അല്ലെങ്കിൽ കമ്പനും ഈ വക കട്ടിയുള്ള ഇതാണല്ലോ സീഡ്സ്, ഇത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ദഹിക്കൂല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. കാരണം ഇവിടെ എൻ്റെ കൂട്ടിൽ അങ്ങനെ വന്നിട്ടുണ്ട്. ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്ന സമയത്ത് കുഞ്ഞു റാഗീസും ഈ ക്രോപ്പ് മിൽക്കിൽ ഇതിൻ്റെ തീറ്റസഞ്ചിയിൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് കാഷ്ടത്തിലൂടെ വരുമ്പോൾ അതേപോലെ തന്നെ ദഹിക്കാതെ ഇത് പുറത്ത് കാണാനും ഇടയായി. അപ്പം ഞാൻ മനസ്സിലാക്കിയത്, കുഞ്ഞുങ്ങൾ വിരിയണ ആ സമയം തൊട്ട് ഇത് പരമാവധി കുതിർത്ത് തീറ്റ കൊടുക്കുക. അത് ദഹനത്തിന് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യും. ഈ കുതിർത്ത് കൊടുത്ത തീറ്റ കൊടുത്ത് വളർന്നു വരുന്ന കുഞ്ഞ് ഏകദേശം ഒരു 10 days ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഹാൻഡ് ഫീഡിനുള്ളൊക്കെ പരിപാടി 7 to 10 days. അപ്പോൾ ആ സമയം തൊട്ട് നമ്മൾ ചെയ്യേണ്ടത് കുതിർത്ത നിലക്കടല, കപ്പലണ്ടി ഒരു 1 തൊട്ട് 5 വരെ നമ്മളെ പ്രാവിൻ്റെ തീറ്റയുടെ ക്വാണ്ടിറ്റി, പാരൻസ് ഇപ്പോൾ ഒരു മുട്ടയൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ നോക്കുന്ന പാരൻസ് ഒക്കെ ആണെങ്കിൽ നല്ലോണം ഫുഡ് കൊടുക്കും. ആ സമയത്ത് നമ്മൾ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് മാത്രം ഫീഡ് ചെയ്ത് വരിക. അത് ഓരോരുത്തർക്ക് അവരുടെ കുഞ്ഞിനെ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനോടൊപ്പം തന്നെ നമ്മുടെ കറുത്ത തൊലി കളഞ്ഞ കടലയും കുതിർത്തത് കൊടുക്കും. അതിനുശേഷം ഈ പ്രാവിൻ്റെ ഓരോ ദിവസത്തിലും പ്രാവിൻ്റെ വളർച്ച അനുസരിച്ച് ഒരു മുള്ളു പരുവാവണ സമയം തൊട്ട് നമ്മൾ കൊടുത്തു വരുന്നത് ഫിഷ് ഓയിൽ ഉണ്ടല്ലോ, ഇത് 1-2 ഇടവിട്ട് ഫിഷ് ഓയിലും കൊടുക്കും. ഓക്കെ, ഈ ഫിഷ് ഓയിൽ, കപ്പലണ്ടി, നിലക്കടല, അതുപോലെ തന്നെ കറുത്ത കടല തൊലി കളഞ്ഞത്, ഈ 3 സാധനങ്ങൾ പാരൻസ് ഫിനിഷറും അതുപോലെ ഈ മിക്സഡ് ഫീഡും കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾ ഔട്ടർ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ഈ 3 ഐറ്റംസും ഒപ്പം ഈ വൈറ്റമിൻ സിറപ്സ് വാട്ടറിൽ മിക്സ് ചെയ്തും കൊടുക്കും.
പിന്നെ ഈ തീറ്റ തിന്ന് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇവിടെ ചെയ്തു പറഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ ഈ പ്രോവി ബൂസ്റ്റിന്റെ ഡ്രോപ്സ് കിട്ടും. അത് ഒരു 2-3 ഡ്രോപ്സ് ഡയറക്റ്റ് ബേർഡ്സിന് കൊടുക്കും. അത് ഏകദേശം ഒരു 10 ദിവസം തുടരും. ഈ ഒരു പ്രോസസ്സിലാണ് പോകണമെങ്കിൽ വരുന്ന ഒരു 20-25 ദിവസം തൊട്ട് തന്നെ പ്രാവും കുഞ്ഞ് അത്യാവശ്യം നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ആയിട്ട്, അതിപ്പോൾ ഫാൻസി പ്രാവ് ആവട്ടെ, ഹോമർ ആവട്ടെ, നമ്മളെ ടിപ്ലർ ആവട്ടെ, ടംബ്ലർ ആവട്ടെ, ഏതാണെങ്കിലും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് കിട്ടും. ആ 21 to 25 ദിവസം 30 ദിവസത്തിനകത്ത് തന്നെ പ്രാവുകൾ പരമാവധി നിങ്ങൾ ഒന്നുകിൽ പാരൻസിനോടൊപ്പം തീറ്റ തിന്നണ അവിടെ വെക്കുക, അല്ലെങ്കിൽ കൂട്ടിനകത്താണ് തീറ്റ എന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾ അത് കണ്ട് 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 എത്രയും പെട്ടെന്ന് തന്നെ തീറ്റ തിന്ന് കൊത്തിപ്പറക്കാൻ തുടങ്ങും. ആ കൊത്തിപ്പറക്കുന്ന ഓരോ സമയങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൂടിനെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. കാരണം കുഞ്ഞുങ്ങൾ ഈ കൊത്തിപ്പറക്കുന്ന സമയത്ത് കൂട് വൃത്തിയാക്കാതെ വന്നു കഴിഞ്ഞാൽ കാഷ്ടമൊക്കെ ഉണങ്ങി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് കൊത്തിപ്പറക്കാൻ തുടങ്ങും, വിര അധികമാവും, വേറെ മറ്റസുഖങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ എത്രയൊക്കെ കണ്ടീഷൻ ചെയ്താലും ക്ലൈമറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാന വില്ലനാണ്. ഇത് മാറുന്ന അനുസരിച്ച് പാരൻസിന് ചിലപ്പോൾ അസുഖം വരാം. അപ്പം നമുക്ക് ഇതേ കാഷ്ടം അതിനകത്ത് വീഴുക, അത് ചിലപ്പം കുഞ്ഞുങ്ങൾ തിന്നിട്ട് കുഞ്ഞുങ്ങൾക്കും വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വരാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പം പരമാവധി നമ്മൾ ആ ഒരു ശ്രദ്ധയോടുകൂടി നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് കൂടുകൾ കീപ്പ് ചെയ്യുക, കൊടുക്കുന്ന വെള്ളവും ഭക്ഷണവും നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മളെ കൂട്ടിൽ വരുന്ന ഏകദേശം ഒരു 80 മുതൽ 90% അസുഖങ്ങളെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഈ പ്രാവ് ഒരു തീറ്റ തിന്നൊരു പരുവമൊക്കെ ആയി വരുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ചിറകൊക്കെ കൂട്ടിനകത്ത് നിന്ന് എഴുന്നേറ്റ് അടിച്ച് തുടങ്ങുന്ന ഒരു പ്രായം, ആ ഒരു പ്രായം തൊട്ട് നിങ്ങൾക്ക് പതിയെ ഫിനിഷറും അതുപോലെ മിക്സഡ് ഫീഡും ഒഴിവാക്കി വരും. ഫിനിഷർ ആ സമയത്ത് ഫുള്ളായിട്ട് ഡ്രോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പറവയിലാണെങ്കിൽ ഉള്ള ഒരു കേസാണ് കേട്ടോ ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ മിക്സഡ് ഫുഡ് പതിയെ നമ്മൾ ഈ കുതിർത്തത് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഡ്രൈ ആയിട്ടുള്ള കഴുകി ഉണക്കിയത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു തള്ളെ പ്രാവുകൾ അടുത്തുനിന്ന് മാറ്റുന്ന സമയം തൊട്ട് നമുക്ക് ഈ പറഞ്ഞ കമ്പനും കുരവും മാത്രമായിട്ട് കൊടുക്കാം. കാരണം ആ സമയം തൊട്ട് ബോഡിയുടെ വെയിറ്റ് ഒന്ന് കുറച്ച് കൊണ്ടുവരികയും അതുപോലെ വെയിൽ കൊള്ളിപ്പിക്കലും ജസ്റ്റ് ഒന്ന് തുറന്നു വിടലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പോൾ പ്രാവുകൾക്ക് ഈ കമ്പനും അതുപോലെ കുരവും കൊടുക്കാം. എന്നിട്ട് 1 കല്ലി 2 കല്ലിയൊക്കെ വരുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ ഈ സപ്ലിമെന്റ്സ് ഒക്കെ നമ്മൾ വാട്ടറിൽ മിക്സ് ചെയ്യുമല്ലോ, ഒപ്പം നമ്മുടെ ഈ വെർബാക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡിവോമർ ചെറിയ ഡോസിൽ ഒരു ടെസ്റ്റ് സാമ്പിൾ എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ഒരു അഡൽട്ട് ആയിട്ടുള്ള ബേർഡിന് ഒരു 5 ഡ്രോപ്പ് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു 4 ഡ്രോപ്പാണ് നിങ്ങൾക്ക് ആരെങ്കിലും പ്രിഫർ ചെയ്യണം, നിങ്ങളുടെ ആശാനോ അല്ലെങ്കിൽ പ്രാവ് കൂട്ടുകാരാരെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ ഞാനിവിടെ ചെയ്തു വരുന്നത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. ഏകദേശം ഒരു 20 ml എന്ന് പറയുന്ന ഒരു സിറിഞ്ച്, ഈ 20 ml സിറിഞ്ചിൽ വാട്ടർ എടുത്തിട്ട് ഒരു 2.5 ml ഈ കുഞ്ഞ് സിറിഞ്ചിൽ ഈ മരുന്നെടുത്ത് മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്തിട്ട് 1 ml മുതൽ 2 ml വരെ നമ്മളിവിടെ ബേർഡ്സിന് 1 ml മുതൽ 1 ml 1.5 ml അത് മതി, 2 ml വേണ്ട കേട്ടോ, 1 ml 1.5 ml. ഓക്കെ, തെറ്റിപ്പോണ്ട. അപ്പം ഇത് ആണ് നമ്മളെ ബേർഡ്സിന് കൊടുക്കണം. അപ്പം നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന് ഒരു 2 കല്ലിയായ കുഞ്ഞിനൊക്കെ 1/2 ml 1 ml വരെ കൊടുക്കാം, മാക്സിമം 1 ml വരെ കൊടുക്കാം, ഇനി ഡൗട്ട് ഇല്ലല്ലോ. അപ്പോൾ അതുവരെ കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നല്ല പറക്കൂല എന്നുള്ളതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. പക്ഷേ ഒരു അസുഖങ്ങളൊന്നുമില്ലാത്ത നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആരോഗ്യമായിട്ടുള്ള കുഞ്ഞിനെ നിങ്ങൾക്ക് എടുക്കാം. എത്ര ഇനി പറക്കുന്ന പേരൻ്റെ ആണെങ്കിലും ആരോഗ്യമുള്ള പാരൻസിൽ നിന്നാണ് ആരോഗ്യമുള്ള മുട്ട ഉണ്ടാവണം. ആരോഗ്യമുള്ള മുട്ട പ്രാവിനെ അടവച്ച് വിരിച്ചു തരാനേ പറ്റത്തുള്ളൂ, നമ്മളാണ് തീറ്റ കൊടുക്കണം. നല്ല ആരോഗ്യമുള്ള തീറ്റയും സപ്ലിമെൻസും അതുപോലെ കറക്റ്റായിട്ടുള്ള ഡീവോമിങ് പാരൻസിനും ചിക്സിനും കൊടുക്കുമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടിനകത്ത് ഒരു തരത്തിലുള്ള അസുഖങ്ങൾ വരാതിരിക്കുകയും അതുപോലെ തന്നെ എല്ലാ ബേർഡ്സും നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക, എങ്കിലേ തുടർന്ന് നമുക്ക് ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. ഒപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.